വെൽക്കം ടു SMN's യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു അഡ്വാൻസ് ബില്ല് എങ്ങനെയാണ് ബിംസിൽ നിന്ന് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം അഡ്വാൻസ് ബില്ലിൻ്റെ പ്രൊസീഡിങ്സ് നമുക്കതിനാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ പോർട്ടലിലാണത് വന്നിട്ടുള്ളത്. ഞാൻ പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ എക്സാം അലോട്ട്മെൻറ്റിൻ്റെ അഡ്വാൻസ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം, അതിൻ്റെ പ്രൊസീഡിങ്സ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. കുറച്ച് ദിവസം മുമ്പ് തന്നെ അതിൻ്റെ പ്രൊസീഡിങ്സ് വന്നിട്ടുണ്ട്. ഓരോ ജില്ലയുടെയും ഈ ലോഗിനിൽ പ്രൊസീഡിങ്സ് ലഭ്യമാണ്. പ്രൊസീഡിങ്സ് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിവിടെ എടുത്ത് വയ്ക്കുകയാണ്. അതിനകത്ത് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ സ്കൂളിന് എത്ര രൂപയാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് നോക്കി വയ്ക്കാം. എൻ്റെ സ്കൂളിനെ സംബന്ധിച്ച് ഉള്ള എമൗണ്ട് 49,100 അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്തിട്ട് ഈ വെബ്സൈറ്റിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ബിംസിൻ്റെ വെബ്സൈറ്റ് എടുക്കാം. treasury.kerala.gov.in/bims എന്ന വെബ്സൈറ്റ് എടുക്കുക. അതിനകത്ത് നമ്മുടെ സ്ഥിരമുള്ള യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ കൊടുത്ത് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. DDO യൂസറിലാണ് ആദ്യം ലോഗിൻ ചെയ്യേണ്ടത്. DDO യൂസറിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഫസ്റ്റിൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് വ്യൂ അലോട്ട്മെൻറ്റിൽ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വന്ന അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏറ്റവും താഴത്തായിട്ട് 28/2 49,100 രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 2021 സെക്കൻഡ് ഇയറിൻ്റെ പരീക്ഷയ്ക്കുള്ള എക്സ്പെൻസാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഇയർ അപ്പോൾ വേറെ തന്നെ വരുമായിരിക്കും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബിൽ എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ നിന്ന് ബിൽ എൻട്രി എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ബിൽ എൻട്രിയിൽ നേച്ചർ ഓഫ് ക്ലെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിൻജൻ്റ് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. ഡീറ്റെയിൽഡ് ഹെഡ് എന്നുള്ളതിൽ അതർ ഐറ്റംസ് അത് സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ കൺട്രോളിംഗ് ഓഫീസർ ഉണ്ടാവും, സബ് കൺട്രോളിംഗ് ഓഫീസർ ഉണ്ടാവും. അതിൽ മിക്കവാറും ചിലതിലൊക്കെ 2-3 ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ 16F ഡയറക്ടർ എന്നുള്ളത് തിരഞ്ഞെടുക്കുക. എക്സ്പെൻഡിച്ചർ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ കറക്റ്റ് നമ്മുടെ ഈ അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ള ഹെഡ് ഓഫ് അക്കൗണ്ട് ആ പ്രൊസീഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയും. ഇന്ന ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ഇത്രയും ക്യാഷ് വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് ആ ഹെഡ് ഓഫ് അക്കൗണ്ട് കറക്റ്റ് അല്ലേ എന്ന് ഉറപ്പുവരുത്തി ആ ഹെഡ് ഓഫ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ശേഷം ഇവിടെ സെറ്റിൽമെൻറ്റ് എന്നുള്ളത് ടൈപ്പ് ഓഫ് ബില്ല് സെറ്റിൽമെൻറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ അഡ്വാൻസ് എന്നാക്കുക. ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ബാലൻസ് കാണിക്കുന്നുണ്ട്, കണ്ടോ? നമുക്ക് എടുക്കാൻ പറ്റുന്ന എമൗണ്ടിൻ്റെ ബാലൻസ് അവിടെ കാണിക്കുന്നുണ്ട്. ശേഷം സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ അവിടെ റെഫറൻസ് നമ്പറൊക്കെ കാണിക്കും. ബില്ല് സേവ് ചെയ്തു ഓക്കെ കൊടുക്കാം. പിന്നെ വരുന്നത് ക്ലെയിം ഡീറ്റെയിൽസ് ആണ്. ക്ലെയിം ഡീറ്റെയിൽസിൽ നമുക്ക് ഒരു ബിൽ ഡേറ്റ് ഇട്ടിട്ട് ഒരു ബിൽ ഡേറ്റ് നമുക്ക് കൊടുക്കാം. ഒരു ബിൽ ഡേറ്റ് ഇടുക. ടു ഡേറ്റ് സെയിം തന്നെ കൊടുത്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പർപ്പസ് അഡ്വാൻസ് ഫോർ മീറ്റിംഗ് HSC സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ എക്സ്പെൻഡിച്ചേഴ്സ്. സാങ്ഷൻ ഓർഡർ നമ്പറിൽ നമുക്ക് തന്നിട്ടുള്ള പ്രൊസീഡിങ്സിൻ്റെ സാങ്ഷൻ ഓർഡർ നമ്പർ നമുക്ക് എടുക്കാം. അതവിടെ നിന്ന് വേണമെങ്കിൽ കോപ്പി ചെയ്തെടുക്കാവുന്ന കേസേ ഉള്ളൂ. ഇതിവിടെ പേസ്റ്റ് ചെയ്തുള്ളത് കിട്ടുക, ഫുള്ളായിട്ട് കിട്ടില്ല, കിട്ടുന്നിടത്തോളം കൊടുക്കുക. അലോട്ട്മെൻറ്റിൻ്റെ ഓർഡർ ഡേറ്റ് ഉണ്ടാവും, ആ ഓർഡർ ഡേറ്റ് കൊടുക്കുക. അഡ്വാൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ മാക്സിമം തന്നെ എടുക്കാം. എത്ര രൂപ വരുമെന്ന് അറിയാത്തതുകൊണ്ട് ആ ഫുൾ എമൗണ്ട് നമുക്ക് എടുക്കാം. 49,100 നമ്മളെടുത്തു. ശേഷം അത് ജസ്റ്റ് സേവ് ചെയ്യുക. രണ്ടാമത് ഒരു 2 പിന്നെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഇവിടെ ആഡ് എന്നുള്ള ബട്ടൺ കൊടുക്കേണ്ടത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അത് സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് സേവ്, ആ പാർട്ട് സേവ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ഡിഡക്ഷൻസ് ആണ്. ഇതെന്തെങ്കിലും അടവുകൾ, തിരിച്ചടവുകളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടതാണ്. ഈ ഒരു കേസിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. നേരെ സ്കിപ്പ് എന്നുള്ള പാർട്ട് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് നേരെ താഴത്ത് വന്നിട്ട് ഇവിടെ ബെനിഫിഷ്യറി കൊടുക്കണം.
അതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ആഡ് മാനുവലി ഉണ്ട്, പിക്ക് ലിസ്റ്റ് ഉണ്ട്, ഫയൽ അപ്ലോഡ് ഉണ്ട്. അപ്പോൾ ആഡ് മാനുവലി എന്നുള്ള ഓപ്ഷൻ എടുത്താൽ നമുക്ക് ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിക്കാം. ആഡ് മാനുവലി എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പേരൊക്കെ ടൈപ്പ് ചെയ്ത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് ഇവിടെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ആണോ പിന്നെ HDSB ആണോ എന്താണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് ഇവിടെ IFSC കോഡ് കൊടുത്ത് അക്കൗണ്ട് നമ്പർ കൊടുത്ത് എമൗണ്ട് കൊടുത്ത് അങ്ങനെ ചെയ്യാം. പിന്നൊരു ഓപ്ഷൻ ഉള്ളത് പിക്ക് ലിസ്റ്റാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയാം അഡ്വാൻസ് ആകുമ്പം അത് ക്രെഡിറ്റ് ചെയ്യേണ്ടത് HDSB അക്കൗണ്ടിലേക്കാണ്. HDSB അക്കൗണ്ട് നമ്മളിങ്ങനെ അത് ഓർത്ത് വെച്ച് അതിൻ്റെ നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് ഈ BIMSൽ ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ പിന്നെ ബെനിഫിഷ്യറി അക്കൗണ്ടിൽ ബെനിഫിഷ്യറി മാസ്റ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ബില്ലിൽ കൂടെ കിടന്നോട്ടെ. ബെനിഫിഷ്യറി മാസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പിന്നെ പ്രിൻസിപ്പലിൻ്റെ പേരിലുള്ള HDSB അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഈ ആഡ് എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബെനിഫിഷ്യറിൻ്റെ പേരും മൊബൈൽ നമ്പറും ക്രെഡിറ്റ് ടു HDSB ആണോ TSB ആണോ എന്താ വെച്ചാൽ അതും പിന്നെ ആ അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്ത് നമുക്കിത് സേവ് ചെയ്ത് വെക്കാം. അങ്ങനെ സേവ് ചെയ്ത് വെച്ചാൽ പിന്നെ ഓരോ തവണയും നമ്മളിങ്ങനെ HDSB അക്കൗണ്ട് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. പല ആവശ്യങ്ങൾക്കും നമുക്ക് HDSB അക്കൗണ്ട് എടുക്കേണ്ടതായിട്ട് വരും, ക്രെഡിറ്റിൽ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയത്തൊക്കെ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ആളുകളൊക്കെ മാറിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പളൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ മൊബൈൽ നമ്പറൊക്കെ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ ഈ എഡിറ്റ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കതിൻ്റെ ഫോൺ നമ്പറുകളൊക്കെ തിരുത്തി കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷനൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഞാൻ വീണ്ടും ആ ബില്ലിലേക്ക് തന്നെ വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ഇപ്പോൾ വരേണ്ട കാര്യമില്ല. ബില്ലെന്ന് പറഞ്ഞ മെനുവിൽ വന്നിട്ട് ഇനി നമ്മൾ നേരെ സേവ് ചെയ്ത ബില്ലായതുകൊണ്ട് ബില്ല് എഡിറ്റ് എടുത്താൽ മതി. ബില്ല് എഡിറ്റ് എടുത്തിട്ട് ഇവിടെ എഡിറ്റ് ബട്ടൺ ഉണ്ടാവും. ഈ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചെയ്ത് കൊടുത്തോളം അവിടെ ഉണ്ടാവും. കണ്ടോ, ഈ ഇതൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തതാണ്, അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ബെനിഫിഷ്യറി മാത്രം ആഡ് ചെയ്താൽ മതി. പിക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അക്കൗണ്ട്സ് ഇവിടെ വരും. അതിന് ജസ്റ്റ് ഒന്ന് പിന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ആ അക്കൗണ്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി അതിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് കൊടുത്താൽ മതി. ഈ ഒരു എക്സാമ്പിളിൽ ആകെ ഒരു അക്കൗണ്ടൊക്കെ മാത്രമേ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യാനുള്ളൂ. അത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ തന്നെ സേവ് എന്നൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ആദ്യം പ്രസ് ചെയ്യണം. പലപ്പോഴും പലരും അത് വിട്ടുപോകും. ഇത് വിട്ടുപോയിട്ട് നേരെ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. എമൗണ്ട് മിസ്മാച്ച് എന്നൊക്കെ പറയും. ഇവിടെ നിന്ന് തന്നെ സേവ് എന്നുള്ളത് കൊടുത്തിട്ട് വേണം താഴത്തേക്ക് വരാൻ. ബെനിഫിഷ്യറി അപ്പോൾ തന്നെ സേവ് ചെയ്യണം. അതിനോട് സേവ് ഉണ്ട്. ഇനി ടോട്ടൽ ബില്ല് സേവ് ചെയ്യാനുള്ള ബട്ടനോട് ഏറ്റവും താഴത്തുണ്ട്. സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി സേവ്ഡ് ആയി. ഇനി നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ എൻ്റെ പ്രിന്റ് PDF ബട്ടൺ എടുത്താൽ നമുക്ക് ആ ബില്ലൊന്നും ഇവിടെ കാണാനുള്ള ഒരു അവസരമുണ്ട്. ബില്ല് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണാം. ആ ബില്ലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ മുകളിൽ ഡ്രാഫ്റ്റ് ഉണ്ടാവും. ഈ ബില്ല് ട്രഷറി കൊടുത്താൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ ഒറിജിനൽ ബില്ലാകുമ്പോൾ ഇവിടെ പിന്നെ ഒരു വാട്ടർമാർക്കൊക്കെ വരും. BIMSന്റെ ഒരു വാട്ടർമാർക്കൊക്കെ വരും. അത് നമ്മൾ അപ്രൂവ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ, അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് ബില്ല് എത്തുള്ളൂ. ഇപ്പം നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് ആ ഒരു ബില്ല് വന്ന് കിടപ്പുണ്ട്. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് നമുക്കിത് സെൻഡ് ഫോർ അപ്രൂവൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളോടിത് അപ്രൂവലിന് വേണ്ടി സെൻഡ് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ഓക്കെ കൊടുക്കാം. ഈ ബില്ല് ഇപ്പോൾ DDO അഡ്മിനിലേക്ക് അപ്രൂവലിന് വേണ്ടി സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യാം. ഈ ഒരു DDO യൂസറിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യാം. ലോഗ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യൂസർ ID ഒക്കെ സെയിം ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പാസ്വേഡ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ DDO അഡ്മിൻ എന്നുള്ളത് തിരഞ്ഞെടുക്കുക. ശേഷം അതിൻ്റെ ക്യാപ്ച കോഡ് അത് കൊടുത്തിട്ട് ജസ്റ്റ് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതേപോലെ വരും. ഇതിൽ അപ്രൂവൽ എന്ന് പറയുന്ന മെനു ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ ബിൽ അപ്രൂവൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ബില്ല് അപ്രൂവൽ എന്ന ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത ബില്ല് ഇവിടെ ഇൻബോക്സിൽ വന്ന് കാണാം. നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഔട്ട് ബോക്സിലാണ് ഉണ്ടാവുക. ഇൻബോക്സിലാണ് സാധാരണ വരിക. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ ബില്ലുകൾ ഔട്ട് ബോക്സിലാണ് വരിക. ഇവിടുന്ന് നമുക്ക് അതിൻ്റെ PDF എടുത്ത് നോക്കാനുള്ള ഒരു അവസരമുണ്ട്. ഇവിടുന്ന് ഗോ എന്ന് പറയുന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ബില്ല് ഇവിടെ ഡീറ്റെയിൽ ചെയ്യും. അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇതിനകത്ത് പറയുണ്ടാവും. ഹെഡ് ഓഫ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ പറയുണ്ടാവും. എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇവിടെ റിമാർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അപ്രൂവ് ബില്ല് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കുക. പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ BIMSൽ ബില്ല് അപ്രൂവ് ചെയ്യുന്ന സമയത്ത് DSC നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ DSC കണക്ട് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ സൈൻ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ ഞാൻ അതിൻ്റെ പാസ്വേഡ് കൊടുക്കണം. ടോക്കണൊക്കെ ആദ്യം കണക്ട് ചെയ്തിട്ടുണ്ടാവണം. അതിനെപ്പറ്റിയൊക്കെ എല്ലാവർക്കും ഇപ്പം ധാരണ ഉണ്ടാവും എന്നുള്ള നിലക്കാണ് ഞാൻ ആദ്യം പറയാത്തത്. DSC ടോക്കൺ കണക്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ കൊടുത്തു, പാസ്വേഡ് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഓക്കെ, ഡിജിറ്റലി സൈൻഡ് ആണ്, ബില്ല് അപ്രൂവ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പ്രിന്റ് PDF എന്നുള്ള ബട്ടൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്താൽ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ ഇല്ല. മാത്രമല്ല ഇവിടെ BIMS എന്നുള്ള വാട്ടർ മാർക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ട്രഷറിയിൽ കൊടുക്കേണ്ട ബില്ല്. ഡിജിറ്റലി സൈൻഡ് ആണെന്ന് താഴത്ത് പറയുന്നുണ്ട്. ഈ ബില്ലാണ് നമുക്കിപ്പം ബില്ല് റെഡി ആയി കഴിഞ്ഞു. ഈ ബില്ലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഒരു പ്രോസസ്സ് നമുക്ക് ചെയ്യാനുള്ളത്, ഇത് ഇവിടുന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നുകൂടി പറയാം. ഔട്ട് ബോക്സ് എന്നൊരു സംഭവം ഉണ്ട് ഇവിടെ. ഇവിടെ ബില്ല് അപ്രൂവൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്രൂവലിൽ ബില്ല് അപ്രൂവൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇൻബോക്സിൽ ഇനി അപ്രൂവ് ചെയ്യാനായിട്ട് ബില്ലൊന്നും കിടപ്പില്ല. അതാണ് ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം. ഇതിൽ ഔട്ട് ബോക്സ് ആണെങ്കിൽ നമ്മൾ ഔട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്രൂവ് ചെയ്ത ബില്ലുകൾ നമുക്ക് ഇവിടെ വരും. കണ്ടോ, എന്തെങ്കിലും ഒരു പ്രശ്നം ഇപ്പോഴും കാണുകയാണെങ്കിൽ അത്രയും അവസരം നമുക്കുണ്ട്. ഇപ്പോഴെന്തെങ്കിലും അവസരം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റിസ്റ്റോർ എന്നുള്ള ബട്ടൺ എടുത്തോട്ട് അത് റിസ്റ്റോർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ റിസ്റ്റോർ ബട്ടൺ എടുത്തോണ്ട് ജസ്റ്റ് റിസ്റ്റോർ ചെയ്യുക. ചിലരൊക്കെ അങ്ങനെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്. റിസ്റ്റോർ ബട്ടൺ എടുക്കുക, എന്നിട്ട് രണ്ടാമത് വീണ്ടും നമുക്കത് എഡിറ്റ് ചെയ്ത് കൊടുന്ന് അപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇൻബോക്സ് ഔട്ട് ബോക്സ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻബോക്സിലാണ് ആദ്യം അപ്രൂവലിന് വരുമ്പോൾ ബില്ല് ഉണ്ടാവുക. നമ്മൾ അവിടുന്ന് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഔട്ട് ബോക്സിലേക്ക് മാറി. ഇനി ഞാനത് സബ്മിറ്റ് ചെയ്താൽ ഇവിടുന്ന് പോകട്ടോ, അതും ശ്രദ്ധിക്കണം. സബ്മിറ്റ് ചെയ്താൽ പിന്നെ ബില്ല് ഇവിടെ ഉണ്ടാവില്ല. പിന്നെ ട്രഷറിയിലെ ഇൻബോക്സിൽ ഔട്ട് ബോക്സിലായിരിക്കും അത് ഉണ്ടാവുക. ട്രഷറിയിൽ ഇൻബോക്സിൽ കിടപ്പുണ്ടാവും, അവർക്ക് അവിടുന്ന് വേണമെങ്കിൽ റിജക്ട് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻ കേസ് എന്തെങ്കിലും അങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ട്രഷറി റിക്വസ്റ്റ് കൊടുത്തിട്ട് ആ ബില്ല് മാറ്റിക്കേണ്ടി വരും, റിജക്ട് ചെയ്യിപ്പിക്കേണ്ടി വരും. ഞാൻ ഈ ബില്ലിന് സബ്മിറ്റ് ചെയ്യുന്ന വിധം കൂടി കാണിക്കാൻ പോകണം. ബില്ല് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ബില്ല് എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ബിൽ സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ അവിടെയും കണ്ടോ ഒരു ഇൻബോക്സ് ഉണ്ട്, ഒരു ഔട്ട് ബോക്സ് ഉണ്ട്. ഔട്ട് ബോക്സിൽ നമ്മൾ മുന്നേ നമ്മൾ എപ്പോഴെങ്കിലും അയച്ചിട്ടുള്ള ബില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിനകത്തുണ്ടാവും. കണ്ടോ, ഇവിടെ ഒരു ബില്ല് മുമ്പ് അയച്ചവരുണ്ട്. പക്ഷെ നമുക്കിവിടെ റിസ്റ്റോർ ചെയ്യാനുള്ള ബട്ടൺ നമുക്കിവിടെ അവൈലബിൾ അല്ല. അത് അവർ ട്രഷറിയിലേക്ക് കിട്ടുള്ളൂ. നമുക്ക് എന്തൊക്കെ ബില്ലാണ് മുമ്പ് സബ്മിറ്റ് ചെയ്തെന്ന് കാണണമെങ്കിൽ ഈ ഒരു സെഷനിൽ നോക്കുക എന്ന് മാത്രം. ഇൻബോക്സിൽ വരികയാണ്. ഇൻബോക്സിൽ വന്നിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റെഡി ഫോർ സബ്മിറ്റ്, ഓക്കെ കൊടുത്തു, ജസ്റ്റ് ഓക്കെ കൊടുത്തു. ഓക്കെ, എൻ്റെ ഈ ബില്ല് ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ബില്ലിൻ്റെ പ്രിൻ്റ് ഔട്ടും നമ്മൾ മാനുവലായിട്ട് തയ്യാറാക്കിയ ഒരു പ്രൊസീഡിങ്സും സഹിതം, ഇത് അലോട്ട്മെൻറ്റിൻ്റെ ഓർഡറിൻ്റെ കോപ്പിയൊക്കെ സഹിതം ഇത് ട്രഷറിയിൽ കൊടുക്കുക. ചില ട്രഷറിക്കാർ ഒരു അഡ്വാൻസ് എടുക്കുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് എക്സ്പെൻഡിച്ചർ ചോദിക്കാറുണ്ട് ചിലർ. അപ്പോൾ നമുക്ക് മൊത്തം ഇത്ര രൂപ ഓരോ കാര്യങ്ങൾക്ക് ചിലവ് എന്നിട്ട് ഈ എമൗണ്ടിനുള്ള ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ മതി. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, പലരും ചോദിക്കാറില്ല, ചില ട്രഷറികളെങ്കിലും അങ്ങനെ ഒരു നിബന്ധന വയ്ക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ യൂട്യൂബ് ചാനലിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതിന് പ്രോംപ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.